അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അള്ളാഹ് പിറ കണ്ടാൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ന് പരിശുദ്ധ റമദാന്റെ ഒന്നാമത്തെ രാത്രിയാണ്. നമ്മുടെ നാടുകളിൽ ഇൻഷാ അള്ളാഹ് പിറ കണ്ടാൽ നാളെ ഒന്നാകും. അപ്പം ഞായറാഴ്ച നോമ്പുണ്ടാകും. കണ്ടില്ല എങ്കിൽ ഷഅബാൻ പൂർത്തീകരിച്ച് തിങ്കളാഴ്ച നോമ്പുണ്ടാകും. മറ്റന്നാൾ തറാവീഹ്. പരിശുദ്ധ റമദാൻ ഒരുപാട് പ്രാർത്ഥനകളോട് കൂടി, കാരണം നമ്മിലേക്ക് റമദാൻ എത്തിയിരിക്കുകയാണ്. ആ റമദാനിലേക്ക് അള്ളാഹു നമ്മെ എത്തിപ്പിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്തു ആ റമദാനിലേക്ക് ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടി. പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. ഒന്ന് റമദാൻ എത്തിച്ചു താ അല്ലാഹ്. അള്ളാഹുവിനോട് ദുആ ചെയ്ത് പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്, നാം പരിശുദ്ധ റമദാനിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹു നമുക്കൊരു അവസരം നൽകിയാൽ പലർക്കുണ്ടാവും ഇന്നു ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച നോമ്പായാൽ നന്നായിരുന്നു എന്ന്. അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈമാനിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. കാരണം റമദാന്റെ ശ്രേഷ്ഠതയും പവിത്രതയും ഒരാൾ അറിഞ്ഞാൽ കൊല്ലം പൂർത്തി റമദാനായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകും. 6 മാസത്തിന് മുമ്പ് തന്നെ റമദാനൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടി നിരന്തരമായി പണ്ഡിതന്മാർ മഹാന്മാർ ദുആ ചെയ്യുമായിരുന്നു. ആ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിസാബില്ലാതെ സിറാത്ത് പാലം കാണാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അവസരമാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ഒരുപാട് പക്ഷികളെപ്പോലെ സ്വർഗം ആസ്വദിക്കുന്നവരെ കണ്ട് മലക്കുകൾ ചോദിക്കും, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ഹിസാബ് കണ്ടില്ലേ? വിചാരണം കണ്ടില്ലേ? സിറാത്ത് പാലം, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, മുടിയേക്കാൾ നേർന്ന ആ പാലൊന്നും നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെ നന്മത്തിന്മകൾ മീസാനിലൊന്ന് തൂക്കിയില്ലേ? നിങ്ങൾ നേരെ സ്വർഗത്തിലേക്കോട്ട് വന്നതാ. എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ നിങ്ങൾക്ക് ഇത്രയും വലിയ പദവി കിട്ടാൻ കാരണം? അവർ പറഞ്ഞു, ഞങ്ങൾ സിറാത്ത് പാലം കണ്ടില്ല, മീസാൻ കണ്ടില്ല, ഒന്നും കണ്ടില്ല, നേരെ സ്വർഗത്തിലേക്ക് വന്നതാണ്. മലക്കുകൾ അത്ഭുതപ്പെട്ട് ചോദിക്കും, നിങ്ങൾ ചെയ്ത അമൽ എന്താണ്? എങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ എത്തിപ്പെടാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകൾ പറയുകയാണ്. മലക്കുകളോട് ആ സ്വർഗത്തിൽ ആസ്വദിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് രഹസ്യമായി ഇബാദത്ത് ചെയ്തു. അള്ളാഹു രഹസ്യമായി തന്നെ നമ്മെ സ്വർഗത്തിലേക്ക് അയച്ചു. നോമ്പ് എന്നുള്ളത് രഹസ്യമായി ഇബാദത്ത് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. നോമ്പ് എനിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നോമ്പുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ വെള്ളം കുടിച്ചാലോ ഞാൻ നോമ്പ് വിട്ടാലോ ഉപേക്ഷിച്ചിട്ട് ആർക്കറിയാന്? അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എനിക്ക് നോമ്പുണ്ടോ ഇല്ലേ. അത് രഹസ്യമായൊരു ഇബാദത്താണ്. രഹസ്യമായൊരു ഇബാദത്ത് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം നോമ്പിൻ്റെ നിയ്യത്ത് എന്താണ്? നോമ്പിൻ്റെ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇനി നോമ്പിൻ്റെ നിയ്യത്ത് മറന്നാൽ അതിനുള്ള പരിഹാരം എന്താണ്? നോമ്പിൻ്റെ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരല്പം ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് അറിഞ്ഞിരിക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹു ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പിറവ് കണ്ടാൽ വിദേശ രാജ്യങ്ങൾ പരിശുദ്ധ റമദാൻ ഒന്നാകാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ നാടിൽ പിറ കണ്ടാൽ നമുക്കും റമദാൻ ഒന്നാകാൻ പോവുകയാണ്. നാം റമദാൻ ഒന്നായി എന്ന് കേട്ടാൽ സന്തോഷിക്കണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് നാം പറയണം. എന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബു തർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. സാധാരണ നാം പറയുന്നത് പോലെ ഇത് പറയണം. ഇത് പറഞ്ഞ് നാം എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ അത് പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഈ മാസം മൊത്തം നമുക്കതൊരു കാവലാണ്. നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല അവസരങ്ങളെല്ലാം അല്ലാഹു ഒരുക്കിത്തരും. അതുപോലെ ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മൻ ഖറഅ സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ ഫത്ഹ് നാം പാരായണം ചെയ്യണം. സൂറത്തുൽ ഫത്ഹ് നാം പാരായണം ചെയ്താൽ അള്ളാഹു നമ്മുടെ റിസ്ക്കിൽ വിശാലത നൽകും. അള്ളാഹു നമ്മുടെ കാര്യങ്ങളെല്ലാം വിജയിപ്പിച്ച് തരും എന്നുള്ളതാണ്.
ഇന്ന് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം പരിശുദ്ധ റമദാൻ മാസത്തിനുണ്ട്. ആ കാരുണ്യത്തിൻ്റെ നോട്ടം എങ്ങാനും നമുക്ക് കിട്ടിയാൽ പിന്നെ ഒരിക്കലും അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല. ഈ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം പരിശുദ്ധ റമദാന്റെ ആദ്യ രാത്രി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. പരിശുദ്ധ റമദാന്റെ ആദ്യത്തെ രാത്രി വളരെ പവിത്രമേറിയ ദുആ ഇജാബത്തുള്ള രാത്രിയാണ്. അന്ന് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അള്ളാഹുവിന്റെ റസൂൽ എല്ലാ രാത്രികളും അത്ഭുതമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹൽ മിൻ സായിലിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹൽ മിൻ സായിലിൻ, ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഫൗതീഹി സുആലഹു, അവൻ ചോദിക്കുന്നത് ഞാൻ നൽകും. ഹൽ മിൻ തായിബിൻ, ആരാണ് എന്നോട് തൗബ ചോദിക്കുന്നത്? ഫഅതൂബു ഇലൈഹി, ഞാൻ അവനിക്ക് തൗബ ചെയ്തു കൊടുക്കും. ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നത്? ഫഗ്ഫിർ ലഹു, ഞാൻ അവനിക്ക് പൊരുത്തു കൊടുക്കുമെന്ന് പറയുന്നു. പിന്നെ ആദ്യത്തെ തറാവി നിസ്കാരം ഒരിക്കലും പാഴാക്കി കളയരുത്. ആ തറാവിക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ സർവ്വനാം ദുനിയാവിന് പിരിഞ്ഞു പോകുമ്പോൾ ഈമാനോടുകൂടി അല്ലാതെ പിരിഞ്ഞു പോകൂല എന്നാണ്. ഉമ്മ പ്രസവിച്ച ആദ്യത്തെ കുഞ്ഞ് ദോഷമില്ലാത്ത കുഞ്ഞിനെ പോലായി ഞങ്ങൾ മാറും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആദ്യത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാന്റെ നിയ്യത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിയ്യത്തിൽ നാം, അതായത് നവൈതു സൗമഗദിൻ അൻ അദായി ഫർള് റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്ന് നിയ്യത്ത് വെക്കാറുണ്ട്. ഈ നിയ്യത്ത് വെക്കുമ്പോൾ ഈ വർഷത്തെ അദായ ഫർളായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റുവിടാൻ കരുതി എന്ന് നാം നിയ്യത്ത് വെക്കാറുണ്ട്. ഈ നാളത്തെ എന്ന് പറയുമ്പോൾ മഗ്‌രിബ് അസ്തമിക്കലോടുകൂടി, ഇപ്പോൾ ഇന്ന് എന്താ ആഴ്ചയാണ്? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? അപ്പോൾ ഇന്ന് അസ്തമിക്കലോടുകൂടി ശനിയാഴ്ചയാണ് അല്ലെ? നാളെയും ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെ എന്തിനാ പറയുന്നത്? അല്ലെങ്കിൽ 12 മണിക്ക് ശേഷം അത് നാളെ അല്ലേ? പിന്നെ ഇതിനാ നാളെ എന്ന് പറയുന്നത്? ഇന്നത്തെ നോമ്പ് ഇന്നല്ലേ നിയ്യത്ത് വെക്കേണ്ടത്? പരിശുദ്ധ റമദാൻ അങ്ങനെയല്ല. നാളെ എന്ന് പറഞ്ഞാൽ അതായത് രാത്രി പകലിൻ്റെ വ്യത്യാസമാണ്. പകൽ കഴിയുന്നത് വരെ അന്നത്തെ ദിവസമാണ്, പകൽ കഴിഞ്ഞാൽ പിന്നെ നാളെയാണ്. അപ്പോൾ രാത്രിയാണ് നിയ്യത്ത് വെക്കൽ നിർബന്ധം. അതുകൊണ്ട് നാളെ തന്നെ നിയ്യത്ത് വെക്കണം. നാളത്തെ നോമ്പിന് ഞാൻ അല്ലാഹു. പിന്നെ ഈ മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു നോമ്പ് നമുക്ക് നോറ്റു പകലാണ് നിയ്യത്തിൻ്റെ ഓർമ്മ വന്നാൽ ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല, കാരണം നീയത്തില്ലാത്തത് കൊണ്ട്. അപ്പം നാം റമദാന്റെ ആദ്യം തന്നെ നമുക്ക് നീയത്ത് വെക്കാവുന്നതാണ്. നീയത്ത് വെക്കേണ്ടത് ഇങ്ങനെ, ഈ വർഷത്തെ മുഴുവൻ നോമ്പ് ഞാൻ അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവിടുന്നു എന്ന് നീയത്ത് വെച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ അതിന് മതിയാകും. മാലിക് മദ്ഹബ് പ്രകാരമാണ് ഇങ്ങനെ. അങ്ങനെ നമുക്ക് നീയത്ത് വെക്കാവുന്നതാണ്, നഷ്ടപ്പെടുന്ന നോമ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി. അതുപോലെ ഹൈദ് നിഫാസുള്ള ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ നീയത്ത് വെക്കാം. ഇടയ്ക്ക് അവർക്ക് നോമ്പില്ലാതെയാവല്ലോ, ഒന്നും പ്രശ്നമില്ല. ആ സമയത്ത് ഹൈദ് നിഫാസുള്ള സ്ത്രീകളൊക്കെ നോമ്പ് കാലത്ത് നോമ്പ് ഉള്ളവരെ പോലെ ജീവിക്കണം. നോമ്പ് കുട്ടികളെ മുമ്പിൽ വെച്ചിട്ടോ മറ്റു ആളുകളെ മുമ്പിൽ വെച്ചിട്ടോ ഭക്ഷണം കഴിക്കാനൊന്നും പോകരുത്. അത് കുട്ടികൾ കണ്ടാൽ പുറത്തു പോയി പറയും, അത് മോശമാണ്. നോമ്പ് ഉള്ളവരെ പോലെ ആയിരിക്കണം അവർ പെരുമാറേണ്ടത്. ഇംസാക്കാണ് അവർ ചെയ്യേണ്ടത്. ഇനി നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത വർഷമാകുന്നതിന് മുമ്പ് അത് ഖളാ വീട്ടി പൂർത്തീകരിച്ചിരിക്കണം. ആ സമയത്ത് നഷ്ടപ്പെടുന്ന നിസ്കാരങ്ങളും തറാവി നിസ്കാരങ്ങളും ഇതൊന്നും ഖളാ വീട്ടേണ്ടതില്ല. നോമ്പ് ഖളാ വീട്ടി പൂർത്തീകരിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോഴേക്കും അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീം ധാരാളം ചൊല്ലുക. അതോടൊപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒരാളിൽ 4 കാര്യമുണ്ടെങ്കിൽ അയാൾക്ക് നരകമില്ലെന്ന് മുത്തായ റസൂൽ. 1 അടിത്തര, 2 തൗബ, 3 വല്ലാത്ത ആഗ്രഹം, 4 ഭയം. ഈ 4 കാര്യം അത് പരിശുദ്ധ റമദാനിൽ ഈ 4 കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ്. അടിത്തറ എന്ന് പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു നീ അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം. 2 അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു നിന്നോട് ഞാൻ തൗബ ചോദിക്കുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ് തൗബ. 3 വല്ലാത്ത ആഗ്രഹം, അല്ലാഹു ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹ് അതിന് സ്വർഗത്തിന് ഞാൻ അർഹനല്ല റബ്ബേ, എനിക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അതുപോലെ അള്ളാഹുവിനോടുള്ള വല്ലാത്ത ഭയം, അഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അതിൻ്റെ തീയും അതിൻ്റെ കാഠിന്യതയും സഹിക്കാനുള്ള ശേഷി എനിക്കില്ല റഹ്മാനെ, ഈ കാവം നൽകണേ അല്ലാഹ്. ധാരാളമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഇത് ധാരാളമായി ചൊല്ലുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ റമദാൻ
വളരെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.